സ്വർണ്ണക്കൊള്ളയിൽ രൂക്ഷ വിമർശനമാണ് സുപ്രീം കോടതി ഉയർത്തിയിരിക്കുന്നത്. ശബരിമലയിൽ സ്വർണം എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നാണ് സുപ്രീം കോടതി ചോദിച്ചത്. പങ്കജ് ഭണ്ഡാരിയുടെ അപ്പീൽ പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ വിമർശനം. പങ്കജ് ഭണ്ഡാരിയുടെ അപ്പീൽ മാർച്ച് 9 മാറ്റിയിരിക്കുകയാണ്. ജിതിൻ ചന്ദ്രൻ വിവരങ്ങൾ നൽകും. ജിതിൻ, ഇതിനു മുമ്പ് പലരുടെയും കേസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ വലിയ വിമർശനം ഈ കേസിൽ സുപ്രീം കോടതി മുന്നോട്ട് വെച്ചതാണ്. ഇതാ ഇപ്പോൾ ഈ പങ്കജ് ഭണ്ഡാരിയുടെ അപ്പീലുമായി ബന്ധപ്പെട്ടും കടുത്ത വിമർശനം സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ടാകുന്നു. എന്തൊക്കെ കോടതി പറഞ്ഞു? രഞ്ജിനി, നേരത്തെ വിമർശനം ഉന്നയിച്ച അതേ ബെഞ്ച് തന്നെയാണ് ഇന്ന് പങ്കജ് ഭണ്ഡാരിയുടെ അപ്പീൽ പരിഗണിച്ചത്. ജസ്റ്റിസ് ദീപാങ്കർ ദത്തയും സതീഷ് ചന്ദ്ര ശർമ്മയും അടങ്ങുന്ന ബെഞ്ച്. സതീഷ് ചന്ദ്രയാണ് ഇന്ന് ചോദിച്ചത്, ശബരിമലയിൽ ഇനി എന്തെങ്കിലും സ്വർണം അവശേഷിക്കുന്നുണ്ടോ എന്ന് പങ്കജ് ഭണ്ഡാരിയുടെ അഭിഭാഷകനോടാണ് കോടതി ചോദിച്ചത്. തനിക്ക് കൊള്ളയിൽ പങ്കില്ല, താൻ തിരുമല ക്ഷേത്രത്തിലടക്കം മറ്റ് പല ക്ഷേത്രങ്ങളിലും ഈ സ്വർണവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്തിട്ടുള്ള ആളാണ്, താൻ തന്നെ ഏൽപ്പിച്ച ജോലി ചെയ്യുക മാത്രമാണ് ചെയ്തത് എന്ന മറുപടിയാണ് പങ്കജ് ഭണ്ഡാരിയുടെ അഭിഭാഷകൻ അപ്പോൾ പറഞ്ഞത്. ഒപ്പം ആദ്യം ഈ കേസ് എടുത്തപ്പോൾ തന്നെ ഈ കേസ് വെള്ളിയാഴ്ചത്തേക്കെങ്കിലും മാറ്റി വെക്കണം എന്ന് പങ്കജ് ഭണ്ഡാരിയുടെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടിരുന്നു. ആ ആവശ്യം കൂടി പരിഗണിച്ചാണ് മാർച്ച് 9 അടുത്ത മാസം 9 ഈ കേസ് മാറ്റിയിരിക്കുന്നത്. എന്തായാലും വളരെ ശ്രദ്ധേയമായ കാര്യം, നേരത്തെ ഈ ശബരിമല സ്വർണ്ണക്കള്ള കേസിൽ N വാസുവിന്റെയും ജയശ്രീയുടെയും അങ്ങനെ മുൻപ് ഈ രീതിയിൽ ഹർജികൾ പരിഗണിച്ചപ്പോൾ വലിയ വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ടാകുന്ന അത് ഇന്നും ഉണ്ടായിരിക്കുന്നു.